ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള തൈര് വടയാണ്, അഥവാ കർഡ് വട, ദഹി വട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എണ്ണയിൽ പൊരിച്ചെടുത്ത വടയല്ലേന്ന്. പക്ഷേ അങ്ങനെയല്ല, ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ ഉണ്ടാക്കിയ വടയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ചട്നിയുമുണ്ട്, ഒരു ടമരിൻഡ് ചട്നിയുമുണ്ട്. അതായത് പുളി കൊണ്ട് ഉണ്ടാക്കിയ ചട്നിയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉഴുന്ന് വേണം. 6 മണിക്കൂർ കുതിർത്ത ഉഴുന്ന് മുഴുവനും വെള്ളം കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ചെറിയ ജാർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു വരും. ആദ്യം ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നിച്ച് 2 സ്പൂൺ ഒഴിക്കേണ്ട, 1 സ്പൂൺ ഒഴിച്ചിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് 1 സ്പൂണും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുത്താൽ അത്രയും നല്ലത്. പക്ഷേ നമ്മുടെ മിക്സിയിൽ അത് പറ്റില്ലല്ലോ. ഗ്രൈൻഡറൊക്കെ ആകുമ്പോൾ അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇത് 1/2 കപ്പ് ഉഴുന്നായിരുന്നു. 1/2 കപ്പ് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എനിക്ക് കൈക്ക് ഇത്തിരി പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ബീറ്റർ ഉപയോഗിച്ചാൽ നല്ല എളുപ്പമാണ്. നമ്മൾ കേക്കിനൊക്കെ സാധാരണ ബീറ്റ് ചെയ്തെടുക്കൂലേ മുട്ട, അതുപോലെ ഇത് ഒരേ ഡയറക്ഷനിൽ 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും. നല്ല ഫ്ലഫി ആവുകയും ചെയ്യും. കൈ കൊണ്ടൊക്കെ അടിച്ചെടുത്താൽ നല്ല ടൈം വേണം. 5-6 മിനിറ്റ് ഒന്ന് അടിച്ചാലേ മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ കൂടുതൽ ഉഴുന്നിട്ട് അരച്ചെടുക്കാം. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നല്ല സോഫ്റ്റായോ എന്നറിയാനായിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കുമ്പോൾ ഇത് മാവ് മുകളിൽ തന്നെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇത് ഞാൻ എണ്ണയിൽ വറുത്ത് കോരുകയല്ല, സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ഇഡ്ഡലിത്തട്ടിൻ്റെ കൂടെയുള്ള ഒരു സ്റ്റീമൊക്കെ ചെയ്യാനുള്ള പാത്രം ഉണ്ടല്ലോ, അതിൽ അല്പം എണ്ണ തൂകിയിട്ട് 1 സ്പൂൺ കൊണ്ട് കുറേശ്ശെയായിട്ട് കോരി ഇതുപോലെ വയ്ക്കാം. ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റീമായി കിട്ടും. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു തട്ടിലും വയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വാഴയിലയോ അല്ലെങ്കിൽ അല്പം കനം കുറഞ്ഞ തുണിയോ ഇട്ടിട്ട് അതിൻ്റെ പുറത്തും ഇതുപോലെ തന്നെ സ്പൂണിൽ കോരി വച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വട റെഡിയാകും. ആ സമയത്ത് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. മല്ലിയിലയും പുതിനയിലയും കൊണ്ടുള്ള ചട്നിയാണ് ഗ്രീൻ ചട്നി. മല്ലിയില മാത്രമാണെങ്കിലും കുഴപ്പമില്ല, എന്നാൽ പുതിനയിലയും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇതിൽ 3-4 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും ഒരല്പം ഉപ്പും പിന്നെ ഇത് ഒരല്പം പുളി വേണമല്ലോ, അതിനായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് തൈരാണ്. ഇല്ലെങ്കിൽ ഒരല്പം പുളിയോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ഒരല്പം ചേർക്കാവുന്നതാണ്. പക്ഷേ തൈര് ചേർത്തുണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇത് ഒന്ന് ചട്നി അരഞ്ഞ് കിട്ടാനായിട്ട് ഒരല്പം ലൂസായി കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ ചട്നിക്ക്. അതുപോലെ തന്നെ ഇംലി ചട്നി, അതായത് പുളി കൊണ്ടുള്ള ചട്നി, ഇത് വളരെ സ്വാദേറിയൊരു ചട്നിയാണ്. അതായത് പുളിയും ഉപ്പും എരിവും മധുരവും ഒക്കെ ചേർന്നൊരു ചട്നി. ഈ ചട്നി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1 വർഷത്തോളം ഇത് കേടാകാതിരിക്കും. ഇതുകൊണ്ട് ധാരാളം നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും നോർത്ത് ഇന്ത്യൻ സ്നാക്സിലും ഒക്കെ ഒഴിക്കാൻ വളരെ നല്ലതാണ് ഈ ഒരു ഇംലി ചട്നി അഥവാ ടമരിൻഡ് ചട്നി. 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഈ പുളി പിഴിഞ്ഞെടുത്തത്. ഇതിനി ഒന്ന് തിളച്ച് വറ്റണം. ഇത് അധിക നേരം ഒന്നും ഇളക്കി കൊടുക്കണ്ടേ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇത് അടിയിൽ പിടിക്കാനൊന്നുമില്ലല്ലോ. ഇത് കുറച്ച് വറ്റി ഒന്ന് പരുവമായി വരുമ്പോഴാണ് ഇതിൽ മസാലകൾ ചേർക്കേണ്ടത്. ആദ്യമായിട്ട് ഇതിൽ പഞ്ചസാര അല്ലെങ്കിൽ ഞാൻ ചേർക്കുന്നത് ശർക്കര പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാലയ്ക്ക് പകരമായിട്ട് ജീരകം വറുത്ത് പൊടിച്ച് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചിലർക്ക് നല്ല മധുരം ആവശ്യമായിരിക്കും, ചിലർക്ക് പുളിയും മധുരവും ഒരുപോലെ ആയിരിക്കും, ചിലർക്ക് പുളി കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. ഇത്രയേ ഉള്ളൂ.
നമ്മുടെ 2 ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ വടയും റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി എണ്ണ ചേർക്കാതെ നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള വടയാണിത്. 2 തട്ടും റെഡി ആയിട്ടുണ്ട്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ധൈര്യപൂർവ്വം കഴിക്കാവുന്ന ഒരു വടയാണിത്. എത്ര കഴിച്ചാലും ഇത് ഒരു പ്രശ്നവുമില്ല. ഫുൾ പ്രോട്ടീനാണ്. അതുപോലെ ഉപ്പൊക്കെ വളരെ കുറച്ചാണ് ഇതിൽ ചേർത്തത്. ഏത് പ്രായക്കാരാണെങ്കിലും പല സാധനങ്ങളും നമുക്ക് കഴിക്കാൻ തോന്നും. പക്ഷേ അത് നമുക്ക് കഴിച്ചാൽ അറിയാം അത് ശരീരത്തിന് ബുദ്ധിമുട്ടാകുമെന്ന്. എന്നാലും അതിലുള്ള ആഗ്രഹമുണ്ടാകും. അങ്ങനെയാണല്ലോ ഈ എയർ ഫ്രയറും മറ്റും നമ്മുടെ മാർക്കറ്റിൽ വന്നത്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ഇത്. ഫീൽ ഫ്രീ, നമുക്ക് എത്ര വേണോ കഴിക്കാം. ഇതൊന്ന് തണുത്താൽ ഇതിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല, നല്ലതുപോലെ ഇളകി വരും. ഞാനിത് നല്ല ചൂടോടെയാണ് ഇളക്കിയെടുത്തത്. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാറില്ലേ ചൂടോടെ ഇളക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇതും നല്ല സോഫ്റ്റും ഫ്ലഫിയുമാണ്. ഇത് കുറെ കൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടി ചെറിയ ചൂടുവെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൽ ഈ വട നമുക്ക് ഇടാം. ഒരു 5 മിനിറ്റ് ഇട്ട് വച്ചിരുന്നിട്ട് എടുത്ത് നോക്കിയാൽ ഇതിൽ ഒന്ന് വെള്ളം അബ്സോർബായി കിട്ടും. അതിനെ ഒന്ന് പിഴിഞ്ഞ് കളയണം. ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. ഇതിലാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. കുറഞ്ഞത് 3-4 മണിക്കൂർ തൈര് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലേ ഇതിൽ ഉള്ള തൈര് മുഴുവനും ഈ വടയിൽ അബ്സോർബ് ആവുകയുള്ളൂ. നല്ലതുപോലെ ചില്ലായിട്ട് കഴിക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. തൈര് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലോട്ട് ഒഴിക്കാം. തൈര് നന്നായിട്ട് ഉടച്ചെടുത്ത സമയത്ത് ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം. ഞാനിപ്പോൾ അത്രയൊന്നും സമയം വയ്ക്കുന്നില്ല. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂറേ ഞാൻ വയ്ക്കുന്നുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും 3-4 മണിക്കൂറെങ്കിലും ഇത് തണുക്കാനായിട്ട് വയ്ക്കണം. കൂടുതൽ നേരം വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ സർവിങ് ഡിഷിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഗ്രീൻ ചട്നിയും ഇംലി ചട്നിയും, ഇംലി ചട്നി എന്ന് പറഞ്ഞാൽ ടമറിൻ്റെ ചട്നി അഥവാ പുളി കൊണ്ടുള്ള ചട്നി. അപ്പോൾ ഇത് ആവശ്യാനുസരണം ഒഴിക്കാം. ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒഴിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ചാട്ട് മസാല 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ചാട്ട് മസാല ഇല്ലെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ച് ചേർക്കാം. ജീരകം വറുത്ത് പൊടിച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലും കുറച്ച് ജീര പൗഡർ അല്ലെങ്കിൽ ചാട്ട് മസാല, മുളക് പൊടി, ഉപ്പ് എന്നിവ തൂകാം. അതുപോലെ തന്നെ പോംഗ്രനേറ്റും ഗ്രേപ്സും ഒക്കെ ഇട്ട് ടേസ്റ്റ് കൂട്ടാവുന്നതാണ്. ഇതിനി ഉച്ച സമയത്തൊക്കെ എടുത്തൊന്ന് കഴിച്ച് നോക്കിക്കേ, ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.